ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാനിവിടെ ലൈറ്റ് ഹൗസിലായിട്ടാണ് വന്നിരിക്കുന്നത്. ചെന്നൈയിലെ ലൈറ്റ് ഹൗസിൽ നമ്മുടെ സാന്തോം ചർച്ചിൻ്റെ അടുത്തുനിന്ന് ലേശം ഫ്രണ്ടിലോട്ട് പോന്നാൽ മതി. ആ ലൈറ്റ് ഹൗസിൽ ചെന്ന് ഒരു 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കയറാം. നല്ല രസമുള്ളൊരു സംവിധാനമാണ്. നമുക്ക് നോക്കട്ടോ. ഇത് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മളങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ റോഡ് സൈഡിൽ നിന്ന് എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഏകദേശം ഒരു 9 നില വരെ ലിഫ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നടന്ന് തന്നെ കയറി. ഇവിടുത്തെ എൻട്രൻസ് പാസ് 20 രൂപയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളാണ് അതിൻ്റെ മുകളിൽ നിൽക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടുള്ളൂ. അതാത് സമയങ്ങളിൽ സെക്യൂരിറ്റി നമ്മളോട് പറയും, ടൈം കഴിഞ്ഞ് പോയിക്കോളാനൊക്കെ പറയും. അപ്പോൾ അതനുസരിച്ച് വരിക. ടിക്കറ്റ് എടുത്ത് ഞാൻ പയ്യെ ലിഫ്റ്റ് കയറാനായിട്ട് വരുവാണ്. 9 നിലകൾ കവർ ചെയ്ത് കഴിഞ്ഞു. അവിടെ വരെയാണ് നമുക്ക് ലിഫ്റ്റ് ഉള്ളത്. ഇനിയുള്ള സ്റ്റെപ്പുകളാണ്. ഓരോ സ്റ്റെപ്പുകളും അല്പം ഇടുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വണ്ണമൊക്കെ ഉള്ള ഒരാൾ കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി ഗൈസ്. ഏറ്റവും അവസാന ഭാഗത്ത് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ശരിക്കും ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ് മേൽഭാഗത്ത് എത്തുമ്പോൾ. ഇവിടെ തരുന്ന 5 മിനിറ്റ് ടൈമാണെന്നാണ് പറഞ്ഞത്. 5 മിനിറ്റ് ടൈം കൊണ്ട് നമ്മളിതെല്ലാം കണ്ടു കേട്ട് ഇറങ്ങിക്കോളണം. നമ്മുടെ ഈ വലതുവശത്തായിട്ട് കാണുന്ന മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം സാന്തോം ചർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള കെട്ടിടങ്ങളാണ്. അതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള ബീച്ചുമാണ് കാണുന്നത്. ലൈറ്റ് ഹൗസിൽ കയറിയാൽ നല്ല ഭംഗിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ 20 രൂപ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നല്ല സെറ്റപ്പാണ്. സാന്തോം ബീച്ചിൻ്റെ ബാക്ക് ഭാഗമാണ്. ഒരു സൈഡ് സാന്തോം ബീച്ചിൻ്റെ ഒരു ഭാഗമായിട്ടായി കാണുന്നത്. ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്ത് കാണുന്നതാണ് മരിയ ബീച്ച്. ഇപ്പോൾ ആളുകളൊന്നും ആയിട്ടില്ല. വൈകിട്ടാകുമ്പോഴത്തേനും നല്ല ആളാവും. നമ്മുടെ ചെപ്പോക്ക് സ്റ്റേഡിയം ആട്ടെ കാണുന്നതാണ് സ്റ്റേഡിയം. ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം കാണാം. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ നിന്നേക്കാനും നിന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനൊക്കെ നല്ലതാണ്. ഏറ്റവും അങ്ങേറ്റത്തായി നമ്മളെ കാണുന്നത് മറീന ബീച്ചിലൊരു സ്ക്രീൻ ഇട്ടിരിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ വലിയൊരു സ്ക്രീനൊക്കെ ഇട്ട് ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ. ഇന്ന് മാർച്ച് 9 തീയതി. നമ്മളിനി തിരിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ടൈം കഴിയാറായി. അപ്പം സെക്യൂരിറ്റി അവിടെ വന്ന് നമ്മളോട് പറയുകയും ചെയ്തു ആദ്യം വന്നവർ പോകേണ്ടതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഇതിൻ്റെ തുടർച്ചയായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.